നമ്മുടെ സന്തോഷങ്ങളുടെ താക്കോൽ മറ്റൊരാൾക്ക് കൈമാറരുത് എന്ന് ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ സദാസമയവും ഓർക്കാറുണ്ട്. എനിക്ക് അത് വളരെ സത്യമാണെന്ന് തോന്നിയിട്ടുമുണ്ട്. മറ്റുള്ളവരിലെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് സദാ അവരെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റും ഉണ്ട്. അത് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലോ ബന്ധങ്ങളുടെ ഇടയിലോ ജോലി സ്ഥലത്തോ എന്ന് വേണ്ട, നമുക്ക് പരിചിതമായിട്ടുള്ള ഏതെങ്കിലും ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരെയെങ്കിലും നമുക്ക് കണ്ടെത്താനാകും. വളരെ ടോക്സിക് ആയിട്ടുള്ള ഇക്കൂട്ടർ മറ്റുള്ളവരിലെ ഒരു കുഞ്ഞു നന്മയ്ക്ക് പോലും അപ്രീസിയേഷൻ കൊടുക്കാൻ മടിക്കുന്നവരുമാണ്. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഇവരിൽ നിന്നും ഒരു കയ്യകലം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നമ്മുടെ താഴ്ചയിൽ സന്തോഷിക്കുകയും നമ്മുടെ ഉയർച്ചയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്ന ഈ കൂട്ടരെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാക്സിമം അക്കൂട്ടരിൽ നിന്നും ഒരു കയ്യകലം പാലിക്കുക. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അവരുടെ ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നതും സദാ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, പ്രകൃതി എന്ന ഈ മഹാസത്യം എല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കുന്നുണ്ട്. ശരിതെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നതും ഈ മഹാശക്തി തന്നെ. ഓർക്കുക, എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ഒരാൾ പോലുമില്ല. നമ്മൾ ഒരാളെ ചൂണ്ടുമ്പോൾ മറ്റു 3 പേർ നമ്മളെയും ചൂണ്ടാനുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സന്തോഷങ്ങൾ കണ്ടെത്തുക, സന്തോഷമായിട്ട് ഇരിക്കുക. ഹാവ് എ നൈസ് ഡേ.